ഗൈസ് നമ്മളിപ്പം ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് റൂട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് റൂട്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് താറോക്സിൻ്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് റൂട്ടാണ്. ലോങ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഒരു 12-14 മണിക്കൂറോളം ഉണ്ട് ഛത്തീസ്ഗഡിലേക്ക് നമുക്ക് എത്താൻ. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ജാർഖണ്ഡിലത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ റോഡും എല്ലാമാണ്. കേരളത്തിലേക്ക് വെച്ച് നോക്കുമ്പം നമ്മുടെ നാട്ടിലത്തേലും നല്ല റോഡുകളൊക്കെയാണ് ഇവിടെ. സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല, നല്ല റോഡൊക്കെ നല്ല സെറ്റാണ്. ആൻഡ് ഇവിടുത്തെ ഭൂപ്രകൃതി പറയുവാണെങ്കിൽ അൻഡുലേറ്റിംഗ് ലാൻഡാണ്, അതായത് പൊക്കവും താഴ്ചയുള്ള ലാൻഡുകളാണ്. പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തളിരലയുടെ കളറുള്ള മരങ്ങൾ കാണാൻ പറ്റും. അതാണ് സാൽ ട്രീസ്. സാൽ ട്രീസ് അവരുടെ മെയിൻ വൃക്ഷമാണ്. ഇവിടെ ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു ട്രീ ആണ് സാൽ ട്രീ. ജാർഖണ്ഡിൽ മേജർലി ട്രൈബൽസ് ആണ് ഉള്ളത്. അവരുടെ കൾച്ചറിലാണെങ്കിലും ഫെസ്റ്റിവലിലാണെങ്കിലും സാൽ ട്രീ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രീ ആണ്. അവരുടെ കൾച്ചറിൽ സാൽ ട്രീൻ്റെ പല പല സാധനങ്ങൾ വെച്ചിട്ട് അവർ ദൈവം പോലെ കാണുന്ന ഒരു മരമാണ് സാൽ ട്രീ. സോ അതാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ തളിരല പോലത്തെ വൃക്ഷങ്ങൾ. പിന്നെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് മൊത്തം കാണാം, അവിടെ മൊത്തം മലകളാണ്. അങ്ങനെ കുറേ മലകളും ഈ ജാർഖണ്ഡിൻ്റെ ഭൂപ്രകൃതിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. പിന്നെ ഇവിടുത്തെ മണ്ണ് ഇതായി കാണുന്ന പോലത്തെ ഒരു റെഡ് കളറിലെ ഡ്രൈ പോലത്തെ മണ്ണാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കൃഷിയെല്ലാം നടക്കുമോ, പറ്റാറുണ്ടോ എന്നൊക്കെ. പക്ഷേ ആ മണ്ണിലാണ് ഇവർ എല്ലാ കൃഷികളും ചെയ്യുന്നത്. ഉള്ള വെള്ളത്തിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവരെല്ലാ കൃഷിയും ചെയ്യാറുണ്ട്. കൃഷീനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആൾ വഴിയൊന്നും മാറത്തില്ല, ഏത് താറാണെങ്കിലും വഴി മാറില്ല. ഐ തിങ്ക് വി ആർ ക്രോസിങ് ജാർഖണ്ഡ്. ഇപ്പം ആ കാണുന്ന ഒരു ബ്രിഡ്ജുണ്ട്, എനിക്ക് തോന്നുന്നു ലാസ്റ്റാണ് ജാർഖണ്ഡിൻ്റെ. നെക്സ്റ്റ് ഛത്തീസ്ഗഡ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബോർഡർ. കൃപയ പുൻ പധാരെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ജാർഖണ്ഡ് എൻ്റെ ആയിരിക്കുന്നു ഗൈസ്. ഈ റിവർ സംഗ് റിവർ എന്ന് പറയുന്നത്. സംഗ് റിവർ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ നീളാ നദിയുടെ ഒക്കെ ഒരു ഫീല് പാലക്കാട് കൂടെ പോകുമ്പോൾ ഉള്ള. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ അതായത് ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങൾ. തുടക്കമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഛത്തീസ്ഗഡും ജാർഖണ്ഡിൻ്റെ ഗ്രാമങ്ങളൊക്കെ തമ്മിൽ കണ്ടറിയാം. സോ ആ കാണുന്നതാണ് കൃഷികളെല്ലാം കാണുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ സെറ്റിൽമെന്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താണെന്നറിയോ ബാക്കി, ഇത് വൈക്കോല് ചീത്തായി പോവാതിരിക്കാൻ അവർ വെക്കുന്നതാണ്. ഇങ്ങനെ 3-4 ഇങ്ങനെ കുറ്റികൾ അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കും. ഇപ്പോൾ മഴയൊക്കെ വരുമ്പോഴാണെങ്കിലും അത് മൊത്തത്തിൽ ചീത്തായി പോവില്ല, മഴവെള്ളം കെട്ടി നിൽക്കില്ല, താഴേക്ക് പൊക്കോളും. നല്ല രസമുണ്ടല്ലേ ഈ വഴി നല്ല രസമുണ്ട് ഗൈസ്. ഗിവ്സ് ഗുഡ്. ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു നല്ല രസമുള്ള പാലായിരുന്നു ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർഫുൾ ആയിട്ടുണ്ട്. യെസ് ഗൈസ്, going to Chhattisgarh. Let's see. Guys, this is a deep forest. പൂച്ചയും പട്ടികളും. ജഷ്പൂർ എന്ന് പറയുന്ന ജില്ലയിലുള്ള സ്ഥലമാണിത്. ജഷ്പൂർ ഛത്തീസ്ഗഡിലെ ഒരു ജില്ലയാണ്. സോ we are going through ജഷ്പൂർ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പം ഫുഡെല്ലാം കഴിക്കണ്ടേ. ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, പേരൊക്കെ മാത്രം കഴിച്ചിട്ടുള്ളൂ. ഫുഡ് ഉണ്ടായി കഴിച്ച് പോകാമെന്ന് വിചാരിച്ചത്. എന്നാലേ കുറച്ച് ബഡ്ജറ്റ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പകുതി നമ്മൾ കാറിന് കൊടുത്താലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഇവിടെ ഛത്തീസ്ഗഡിൽ പോകുന്ന വഴിക്ക് ഏതോ ഒരു ഇന്ത്യൻ കട പക്കി ഭാഗത്ത് കണ്ടു. അങ്ങനെ ഇവിടെ നമുക്കൊരു സ്റ്റൗവും സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മളിവിടെ നല്ല സെറ്റപ്പായിട്ട് ഭയങ്കര ഹൈ ട്രീറ്റ്മെൻ്റൊക്കെ അവൻ ഇരുന്നോന്നൊക്കെ പറഞ്ഞ് ഇരുത്തി. പിന്നെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ തന്നെ സ്റ്റൗ വന്നു. സിലിണ്ടർ എടുക്കാൻ ചേച്ചി പോയിട്ടുണ്ട്. ഗോഡൗണ്ട് വെള്ളമൊക്കെ തന്നെ നമ്മൾ പക്കിസാർ അത് ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ടാണ്ടൊക്കെ ഭാഷ നിർമ്മാണമൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ സെറ്റപ്പ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഗ്യാസ് കിട്ടി. എവിടെ ഞാനിപ്പം ഇപ്പൊ ഞങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റ് കപ്പിൾ. ഭയങ്കര നല്ല രീതിയായിരുന്നു. നമുക്ക് ഫുള്ളെല്ലാം സെറ്റ് ചെയ്ത് തന്ന് ഗ്യാസും എല്ലാം കിട്ടി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് നാഗ്ലോക്ക് സ്ഥലം. നമുക്ക് അറിയൊന്നുമില്ല, ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എടുത്താണ്. ഇതാണ് നമ്മുടെ ഗ്യാസ് കിട്ടിയ സ്ഥലം. ഇതാണ് നാഗ്ലോക്ക് എന്ന് പറയുന്ന ഏരിയ. നമ്മുടെ കാർ എവിടെയാണ്? ആ പോകുന്നതാരാണ്? മിസ്റ്റർ ഫക്കി.
റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. പിന്നെ എനിക്ക് ആര് വേണം ഗൈസ് പറ, നമ്മള് സെറ്റ് ചെയ്തു. അവിടെ പോയിട്ട് റീൽ സൈസിൽ ഒരു സ്റ്റോറി എടുക്കണം, പെട്ടെന്ന് വേണം. വരൂ. റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. റിച്ചസ്റ്റ് മാൻ, റിച്ചസ്റ്റ് വുമൺ, റിച്ചസ്റ്റ് മാൻ അവിടെ എന്തോ നോക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ, എന്താ നോക്കാം. കടാ നമ്മുടെ മെയിൻ ഐറ്റം കുട്ടീനെ കിട്ടി ഗൈസ്. പൊക്കി കുട്ടനെ കാണണ്ടേ? കുട്ടി കുട്ടി നമ്മള് കുട്ടിയാക്കിയൊക്കെയാണ്, കുട്ടനല്ല. ഗ്യാസ് നമ്മള് വണ്ടി കയറ്റി ഗൈസ്. ഗ്യാസിൽ ലീക്ക് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. പിന്നെ വണ്ടിയിലത്തെ വേറെ ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ കാണിച്ചു തരാം. തോർത്ത് ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല, എന്നാലും കേരളക്കാരാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു തോർത്താണത്. ഓക്കെ ബെബേ, വണ്ടി അടച്ചോ. റോക്സീനെ എടുക്കാൻ പുറത്തേക്ക്. നമ്മുടെ റോക്സി കുട്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആദ്യം അതല്ലേ എടുക്കണ്ടേ? വണ്ടിയായിട്ട് പരിചയം വരുന്നേ ഉള്ളേ, അതുകൊണ്ടാ. നീ ഓടിക്കോ ഇനി. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ നമ്മുടെ യൂട്യൂബറിന്റെ പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മളിപ്പോ തുടങ്ങുമ്പോ ഏതെങ്കിലും ഒരു പേര് തുടങ്ങാം. എന്നാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യം കാണുന്ന ഒരു 50 പേര് സജസ്റ്റ് ചെയ്യാൻ പേര് സജസ്റ്റ് ചെയ്യുമ്പോ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ പുതിയത് അന്വേഷിക്കാനൊന്നും പോകണ്ട. സജഷൻസ് ഇതൊക്കെയാണ്: റോക്സി വ്ലോഗ്സ്, അതിക്രമം വ്ലോഗ്സ്, ഫ്ലവത്തങ്കിൾ സെലമോൾ വ്ലോഗ്സ്. ഏത് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ പേര് മാറ്റാം. ആദ്യത്തെ 50 പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സജഷൻ്റെത്. അതേപോലെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ നമുക്ക് എല്ലാം പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. നമ്മളെല്ലാവരും ഇൻക്ലൂസീവായിട്ട് ആലോചിച്ചിട്ട് ആദ്യത്തെ 50 പേരുടെ സജഷൻ. ഈ സജഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് പറയും.